ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് ഇങ്ങനെ ഒരു കത്തെഴുതുന്നത്. അതിർത്തിയിൽ തോക്കിൻ കുഴലുകളേന്തി ശത്രുവിന് നേരെ പാഞ്ഞടിക്കുന്നവരാണ് ഞങ്ങൾ. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യമില്ലാത്തവരാണ് ഞങ്ങൾ. ആകെയുള്ള സമ്പാദ്യം മരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആദരവാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ മരിച്ചു പോയാലും രത്നമ്മയും എൻ്റെ മക്കളും നാളെ വഴിയാധാരമാകരുത്. എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നമ്മുടെ വീടിൻ്റെ ഒരു കോണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മാപ്പും ഞാൻ ഇതിൻ്റെ പുറകിൽ വരച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും യുദ്ധഭൂമിയിൽ വെച്ച് സംഭവിച്ചാൽ നിങ്ങൾ ഈ മാപ്പ് ഉപയോഗിച്ച് അതെടുക്കണം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കും. സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാറ് അസ്തമിക്കും. കിഴക്ക് പടിഞ്ഞാറ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. കന്നിമൂലയിൽ എവിടെയാണ് കന്നിമൂല? ചിങ്ങം കന്നിമാസം. കന്നിമാസത്തിൽ ഏതോ മൂലയിലുണ്ട്. കന്നിമാസം മൂല. ഇതല്ല. കുറച്ചു നേരം നിന്റെ അടുത്ത് നിന്ന് ശൃംഗരിച്ചിട്ടിരിക്കാന്ന് സമ്മതിക്കൂലല്ലേ നീ? ഇന്നലെ വൈകിട്ടേ 5 മണിക്ക് ഇവിടെ എത്തി. ഇപ്പൊ സമയം 9 മണിയായി. ഇതുവരെ ശൃംഗരിക്കാൻ തോന്നിയില്ലല്ലോ. ശൃംഗരിക്കാൻ ഒരു സമയമില്ല, അതങ്ങ് തോന്നുമ്പോ അങ്ങ് ശൃംഗരിക്കുന്നല്ലേ. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അത്. പയ്യെ ഒരു കള്ള ലക്ഷണം. അനക്ക് പലതും തോന്നും. രാവിലെ ചെറിയാതെ പോവാൻ നോക്കടേ. അല്ല കളഞ്ഞു പോയെങ്കിൽ അല്ല കളഞ്ഞു പോയ പോലെ ഒരു ചുറ്റിക്കറങ്ങൽ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ല അളിയനായോണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഇത് അടയ്ക്കാൻ മരമാണ്, തേക്കല്ല. മുറിച്ച് വിറ്റുകളയരുത്. അതിന് വേറെ വല്ല മരം കണ്ടു വെച്ചിട്ടുണ്ടോ മുറിച്ച് വയ്ക്കാൻ? എടേ, അങ്ങനെ എന്തെങ്കിലും ഞാൻ മുറിച്ച് വയ്ക്കുമ്പോൾ നിന്നെയും കൂടെ അറിയിക്കാം. അതിൻ്റെ ഒരു വിഹിതം നിനക്കൂടെ തരാൻ ഞാൻ. നമുക്ക് ഒരുമിച്ച് മുറിച്ച് വയ്ക്കാം കേട്ടോ.
ചൊറിയാതെ പോവാൻ നോക്കണേ ജോലിക്ക്. കയ്യിലെന്താ ഇരിക്കുന്നത്? ഏ? കയ്യിലെന്താ? വിരള്. മറ്റേ കയ്യിലാ? വിരള്. നിന്റെ കയ്യിലും അതൊക്കെ തന്നെ അല്ലേ? അല്ലേ? എന്റെ കയ്യിൽ അതൊക്കെ ഉള്ളു. ആ. പക്ഷെ എന്റെ കയ്യിലിരിപ്പ് നല്ലതാ. ഓ പോ. എന്താ ക്ലീറ്റോ ചേട്ടാ ഇവിടെ? ചൂട്. അല്ല, ചൂടുള്ള ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ തേയിലപ്പൊടിയില്ല, പാൽപ്പൊടിയില്ല, ചായയില്ല. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നല്ലോ, എന്നെ കണ്ടില്ലേ? ഞാൻ എവിടെയൊക്കെ നോക്കി, പക്ഷേ ജമന്തിയെ കണ്ടില്ല. വാതിലും തുറന്നു കിടന്നേ. ഒരു ചായ കിട്ടോ? ചായ വേണോ? എന്നാ ക്ലീറ്റോ ചേട്ടൻ അപ്പുറത്തോട്ട് പോയിക്കോ, ഞാൻ അങ്ങോട്ട് ചായ ഇട്ട് വരാം. ക്ലീറ്റോ ചേട്ടാ, ചായക്ക് മധുരം വേണോ? ആവാം, കുഴപ്പമില്ല. ഓ, ഈ അൻസാറിനെ കാണാനുമില്ല.